പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി CPIM. അമൽ ബാബുവിനെയാണ് മീത്തലെ കുന്നോത്തുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. നിലവിലെ സെക്രട്ടറിക്ക് പ്രവർത്തിക്കാനുള്ള അസൗകര്യത്തെ തുടർന്നാണ് മാറ്റം. നിഖിൽ അളവൂരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിഖിൽ, ഒരു തീരുമാനം വരികയാണ്. ഇങ്ങനെ എന്താണ് തീരുമാനത്തിന് പിന്നിലുള്ള കാരണങ്ങൾ? അവിടുത്തെ ഒരു പശ്ചാത്തലം എന്താണ്? സംഗീത 2024 ഏപ്രിൽ 5-നാണ് പാനൂരിൽ ഇത്തരത്തിലൊരു ബോംബ് സ്ഫോടനം നടക്കുന്നത്. ആ ബോംബ് സ്ഫോടനത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെയായിരുന്നു സ്ഫോടനം. ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലെ പ്രതിയാണ് അമൽ ബാബു. ആ അമൽ ബാബുവിനെയാണ് ഇന്നലെ ചേർന്ന മീത്തലെ കുന്നോത്തുപറമ്പ് ബ്രാഞ്ച് യോഗം ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിലവിലെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് പ്രവർത്തിക്കാനുള്ള അസൗകര്യങ്ങൾ കണക്കിലെടുത്താണ് മാറ്റം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം മേൽക്കമ്മിറ്റികളെ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല എന്നതാണ് CPIMന്റെ ഏരിയ കമ്മിറ്റി നൽകുന്ന വിശദീകരണം. ഈ കേസിലെ പ്രതിയാണ്. മാത്രമല്ല, നേരത്തെ CPIM അന്വേഷണം നടക്കുന്ന ഈ കേസിൽ പ്രതിയായ സാഹചര്യത്തിൽ ഇയാളെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് CPIM തന്നെ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൽ ഇയാൾ ഇതിൽ നേരിട്ട് പങ്കാളിയല്ല എന്ന് കണ്ടെത്തി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ CPIM-ഉം DYFI-യും എല്ലാം തന്നെ എടുത്തിരുന്ന ഒരു നിലപാട്, ഈ കേസിൽപ്പെട്ട ആളുകൾ 15ഓളം പേരായിരുന്നു ഈ ബോംബ് സ്ഫോടന കേസിലെ പ്രതികളായിട്ടുണ്ടായിരുന്നത്. ഇവർക്കൊന്നും തന്നെ പാർട്ടിയുമായി ബന്ധമില്ല എന്നൊരു നിലപാടായിരുന്നു എടുത്തത്. അത് ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇത്തരത്തിൽ DYFI-യുടെ സജീവ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെയാണ് ഇവർ എന്ന് വ്യക്തമാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ കേസിലെ പ്രതിയാണ് അമൽ ബാബു. ആ അമൽ ബാബുവിനെയാണ് ഇപ്പോൾ CPIM ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയിട്ടുള്ളത്. CPIM ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം ഇതാണ്: ഇത്തരത്തിൽ മേൽക്കമ്മിറ്റി ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. ഇന്നലെയാണ് ഈ തീരുമാനം എടുത്തത്. അത് മാത്രമല്ല, നേരത്തെ 6 മാസം പാർട്ടി സസ്പെൻഡ് ചെയ്തതാണ്. അതിനുശേഷം പാർട്ടി തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കുറ്റക്കാരനല്ല എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ തിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൽ, അതായത് സ്ഫോടനം നടന്നതിന് ശേഷം അവിടെ ബാക്കി വന്ന ബോംബുകൾ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റാൻ നേതൃത്വം നൽകി എന്നതാണ് അമൽ ബാബുവിനെ ഈ കേസിലെ പങ്കായി പോലീസ് പറയുന്നത്. ശരി, നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.